ഇസ്ലാമിനെ വിലയിരുത്തുന്നത് ഒരു മുസ്ലിമിനെ കണ്ടുകൊണ്ടാവരുത്. അതുപോലെ ഒരു ഹൈന്ദവയെക്കുറിച്ച് അറിയുന്നത് ഹിന്ദുവിനെ കണ്ടുകൊണ്ടായിരിക്കരുത്. ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് അറിയണമെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ കൊണ്ടും കണ്ടുകൊണ്ടാവരുത്. മെഴ്സിഡീസ് കാറിൻ്റെ ഏറ്റവും പുതിയ മോഡൽ എത്ര മികച്ചതാണെന്ന് നിങ്ങൾക്ക് വിലയിരുത്തണമെന്ന്. ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾ ആ മെഴ്സിഡീസ് കാർ ഓടിച്ച് അത് അപകടം പറ്റിയാൽ നിങ്ങൾ ആരെയാണ് കുറ്റപ്പെടുത്തുക? കാറിനെയോ ഡ്രൈവറിനെയോ? ഓഫ് കോഴ്സ് ഡ്രൈവറിനെ അല്ലേ. അപ്പോൾ ആ കാറ് എത്ര മികച്ചതാണ് എന്ന് വിലയിരുത്തണമെങ്കിൽ ആ കാർ ഓടിക്കുന്ന ഡ്രൈവറെ അല്ല, പ്രത്യുത കാറിനെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. അതിൻ്റെ പരമാവധി വേഗത, ശരാശരി ഇന്ധനക്ഷമത എത്രയാണ്, സുരക്ഷാ മുൻകരുതലൊക്കെ ഏതൊക്കെയാണ്, സവിശേഷതകളെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. അതുപോലെ ഇസ്ലാമിനെ വിലയിരുത്തണമെങ്കിൽ അതിൻ്റെ ആധികാര സ്രോതസ്സുകൾ, അതായത് പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് അതിനെ വിലയിരുത്തുക. നേരത്തെ ഇതുപോലെ ഗ്രന്ഥങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബക്കാർ പറയുന്നത് മാത്രം കേട്ട് പഠിച്ച വന്നവരാണ് നമ്മളെല്ലാവരും. കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അതെല്ലാം നമ്മുടെ തലയിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ എല്ലാ വേദഗ്രന്ഥങ്ങളും ഓൺലൈനിൽ ലഭ്യമാണ്. നിങ്ങൾ സ്വയം നിങ്ങളുടെ യുക്തിയും ബുദ്ധിയും അനുസരിച്ച് നിങ്ങളുടെ വേദഗ്രന്ഥങ്ങളെങ്കിലും നിങ്ങൾ ആദ്യം പഠിക്കുക. എന്നിട്ട്